കേരളത്തിലെ തന്നെ പ്രസിദ്ധങ്ങളായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പാർവതി പരമേശ്വരന്മാരാണ് പ്രധാന മൂർത്തികളെങ്കിലും ഭഗവതിയുടെ പേരിലാണ് ക്ഷേത്രം പ്രസിദ്ധമായത്. ഇങ്ങനെ പാർവതി പരമേശ്വരന്മാർ ഒന്നിച്ചുള്ള പല ക്ഷേത്രങ്ങളും ദേവിയുടെ പേരിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്. തിരുമാന്താംകുന്ന്, കൊടുങ്ങല്ലൂർ, പനയന്നാർക്കാവ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം പ്രധാന മൂർത്തി ശിവനാണെങ്കിലും പ്രസിദ്ധി ദേവിക്കാണ്. അതുപോലെ തന്നെയാണ് ചെങ്ങന്നൂർ ദേവിയും വളരെ പ്രസിദ്ധയും ക്ഷിപ്രപ്രസാദിയുമാണ്. മാത്രമല്ല ആ ദേവിയുടെ തൃപ്പൂത്താറാട്ട് വളരെ പ്രസിദ്ധവും അത്ഭുതകരവുമാണ്. നമുക്കിന്ന് ചെങ്ങന്നൂരമ്മയെക്കുറിച്ച് ഉള്ള ഐതിഹ്യവും തൃപ്പൂത്താറാട്ടിനെ കുറിച്ചുള്ള കഥയും കേൾക്കാം. ആദ്യം ആ ദേവി അവിടെ ആവിർഭൂത ആയതിൻ്റെ കാരണം എന്തെന്ന് അറിയാം. പണ്ട് പാർവതീ സ്വയംവരത്തിനായിട്ട് ശ്രീ പരമേശ്വരനും അത് ദർശിക്കാനായി ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദി ദേവന്മാരും സിദ്ധന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, യക്ഷന്മാർ മുതലായ ദേവയോനികളും അപ്സരസുകളും സകല മഹർഷിമാരും മറ്റും ഹിമവൽ പാർശ്വങ്ങളിൽ ചെന്ന് ചേർന്നു. അവരുടെ ഭാരം കൊണ്ട് ഭൂഗോളം വടക്കോട്ട് മറിഞ്ഞേക്കുവോ എന്ന് സംശയിച്ച് ബ്രഹ്മാദികളായ ത്രിമൂർത്തികൾ അത്യന്തം തപശക്തിയുള്ള മഹാനായ അഗസ്ത്യ മഹർഷിയെ വിളിച്ച് തെക്ക് പമ്പാ നദിയുടെ തെക്കേ കരയിലുള്ള ശോണാദ്രിയിൽ ചെന്ന് ഈ സ്വയംവരം കഴിഞ്ഞ് ഹിമവൽ പാർശ്വത്തിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നതുവരെ ഇരിക്കാൻ നിർദ്ദേശിച്ചു. അത് കേട്ട് അഗസ്ത്യ മഹർഷി ശോണാദ്രിയിൽ ചെന്ന് ഇരിക്കുന്നതിന് വിരോധമില്ല, എങ്കിലും ദേവിയുടെ സ്വയംവര മഹോത്സവം കാണാതെ പോകുന്ന കാര്യത്തിൽ അപാരമായ മനസ്താപമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് അതിനെക്കുറിച്ച് മനസ്താപം വേണ്ട, ഇവിടെ ഉണ്ടാകുന്ന ഘോഷങ്ങളെല്ലാം അവിടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മഹർഷി എന്നാൽ അത് മതി എന്ന് സമ്മതിച്ച് അവിടെ നിന്ന് പോയി ശോണാദ്രിയിലെത്തി തപോനിഷ്ഠയോടുകൂടി തന്നെ അവിടെ ഇരുന്നു. സ്വയംവരാനന്തരം ശ്രീ പരമേശ്വരനും പാർവതിയും ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദിദേവന്മാരും മറ്റും ശോണാദ്രിയിൽ അഗസ്ത്യ മഹർഷിയുടെ അടുക്കൽ സാഘോഷം വന്നു ചേർന്നു. അപ്പോൾ ശ്രീ പാർവതി തൃപ്പൂത്ത് ആയി. തൃപ്പൂത്ത് എന്ന് പറയുന്നത് ഋതു ആയി. പിന്നെ ഋതുശാന്തി കല്യാണം അവിടെ വച്ച് കെങ്കേമമായി നടത്തി. അതിൻ്റെ ഘോഷങ്ങളെല്ലാം കണ്ടപ്പോൾ അഗസ്ത്യ മഹർഷിക്ക് സ്വയംവരോത്സവം കാണാഞ്ഞിട്ടുണ്ടായ മനസ്താപം തീർന്നു. അനന്തരം ബ്രഹ്മാദികൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. അവിടം അന്ന് വലിയ വനപ്രദേശമായിരുന്നു. പിന്നെയും വളരെ കാലം അങ്ങനെ തന്നെ കാട് പിടിച്ചു കിടന്നിരുന്നു. അനന്തരം ശ്രീ പരശുരാമൻ പരദേശത്തിൽ നിന്ന് ബ്രാഹ്മണരെയും മറ്റും കേരളത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചപ്പോൾ ചിലർ ഈ സ്ഥലം വെട്ടിത്തെളിച്ച് വനവാസയോഗ്യമാക്കി തീർത്തു. പിന്നെ കേരളത്തെ വടക്ക് 32 തെക്ക് 32 ഇങ്ങനെ 64 ഗ്രാമങ്ങളായി വിഭജിച്ചപ്പോൾ ഈ സ്ഥലവും ഒരു ഗ്രാമമായി വഞ്ഞിപ്പുഴ തമ്പുരാൻ ഈ ദേശത്തിൻ്റെ അധിപനുമായി തീർന്നു. ശോണാദ്രി എന്നുള്ള പദം മലയാളത്തിലായപ്പോൾ ചെങ്ങുന്ന് എന്നായി. അത് ഒരു ഊര് അഥവാ ഗ്രാമം കൂടിയായപ്പോൾ ചെങ്ങന്നൂർ എന്നായി. അത് കാലക്രമേണ ചെങ്ങന്നൂരായി. ശോണം എന്ന് പറഞ്ഞാൽ ചുമപ്പ് എന്നാണല്ലോ അർത്ഥം. ശോണാദ്രി എന്ന് പറഞ്ഞാൽ ചുമന്ന പ്രദേശം, ചുമന്ന മല പോലുള്ള പ്രദേശം. അതിനാലാണ് അതിൻ്റെ പേര് ചെങ്കുന്നും പിന്നെ ചെങ്ങന്നൂരുമായി മാറിയത്. ഇപ്പോൾ ചെങ്ങന്നൂർ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം വഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ അധീനത്തിൽപ്പെട്ടതായിരുന്നതിനാൽ അവിടത്ത് ആ സ്ഥലം നായനാര് പിള്ള എന്നയാൾക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു. ആ നായനാര് പിള്ളയുടെ കൂലിവേലക്കാരിയായ ഒരു കുറത്തി ഒരു ദിവസം അവളുടെ അരിവാൾ മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ഒരു കല്ലിന്മേലിട്ട് തേച്ചു. അപ്പോൾ ആ കല്ലിൽ നിന്നും രക്തം പ്രവഹിച്ചു തുടങ്ങി. അവൾ അത് കണ്ട് പേടിച്ച് പരിഭ്രമിച്ച് ഓടിച്ചെന്ന് ഈ വിവരം നായനാര് പിള്ളയോട് പറഞ്ഞു. നായനാര് പിള്ള അത് വഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ അടുക്കലും അറിയിച്ചു.
തമ്പുരാൻ ഉടൻ തൻ്റെ സ്വജനങ്ങളായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടുകൂടി ആ സ്ഥലത്തെത്തി. അപ്പോഴേക്കും പൗരപ്രധാനന്മാരായ ചില യോഗ്യന്മാരും അവിടെ വന്നുകൂടി. തമ്പുരാന്റെ കൂടെ ചെന്ന ബ്രാഹ്മണരിൽ ഒരാൾ അവിടത്തെ സ്വജനവും പ്രസിദ്ധ തന്ത്രിയുമായിരുന്ന താഴമൺ പോറ്റിയായിരുന്നു. അദ്ദേഹം മന്ത്രതന്ത്രങ്ങളിലെന്ന പോലെ സകല ശാസ്ത്രങ്ങളിലും അതിനിപുണനായ വിദ്വാനുമായിരുന്നു. അദ്ദേഹം ആ ശിലയും രക്തപ്രവാഹവും കണ്ടിട്ട് സ്വല്പനേരം ധ്യാനനിഷ്ഠനായിരുന്ന ശേഷം, ഇത് കേവലം കാട്ടുശിലയല്ലെന്ന് ഈ രക്തപ്രവാഹം കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ടല്ലോ. ഇത് സ്വയംഭൂവായ ശിവലിംഗമാണ്. ഇങ്ങനെ കാണപ്പെടുന്ന ഈശ്വര ബിംബത്തിങ്കൽ ഉടനെ ഒരു നൈവേദ്യമെങ്കിലും കഴിക്കാഞ്ഞാൽ പെട്ടെന്നത് അപ്രത്യക്ഷമായി പോയി എന്ന് വരും. ഈ രക്തപ്രവാഹം നിൽക്കുന്നതിന് തൽക്കാലം 36 പറ നെയ്യ് ഈ ബിംബത്തിന് ആടേണ്ടിയിരിക്കുന്നു. സമന്ത്രം ഘൃതധാര ചെയ്യാതെ ഈ രക്തസ്രാവം നിൽക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ വഞ്ഞിപ്പുഴ തമ്പുരാൻ നിവേദ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളും ബിംബത്തിലാടുന്നതിന് 36 പറ നെയ്യും അവിടെ വരുത്തിക്കൊടുത്തു. താഴമൻ പോറ്റി അവയെടുത്ത് നിവേദ്യവും നെയ്യാട്ടവും നടത്തുകയും ഉടനെ തന്നെ രക്തപ്രവാഹം നിൽക്കുകയും ചെയ്തു. അനന്തരം വഞ്ഞിപ്പുഴ തമ്പുരാൻ, താഴമൻ പോറ്റി മുതലായവർ യോഗം കൂടി അവിടെ ക്ഷേത്രം പണിയിക്കുന്നതിനുള്ള ആലോചന തുടങ്ങി. അപ്പോൾ താഴമൻ പോറ്റി, ഇവിടെ ശിവൻ മാത്രമല്ല ഇളകൊണ്ടിരിക്കുന്നത്, ശ്രീപാർവതിയുടെ സാന്നിധ്യവുമുണ്ട്. അതിനാൽ ക്ഷേത്രം പണിയിക്കുമ്പോൾ ശിവന്റെ ശ്രീകോവിലോടുകൂടി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനും ഒരു ഗർഭഗൃഹമുണ്ടായിരിക്കണം എന്നു പറഞ്ഞു. ഇങ്ങനെ ആ യോഗക്കാർ ഓരോന്ന് പറയുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ സാക്ഷാൽ ഉളിയന്നൂർ പെരുന്തച്ചൻ ദൈവഗത്യ അവിടെ വന്നു ചേർന്നു. പെരുന്തച്ചനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നതുപോലെ ആയി. വളരെയധികം അവർ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സാദരം സത്കരിച്ചിരുത്തി. അവിടെ ഉണ്ടായ സംഗതികളും തങ്ങളുടെ ആലോചനയുമൊക്കെ അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും അമ്പലം പണിയിക്കുന്നതിന് ഒരു കണക്ക് ചാർത്തി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പെരുന്തച്ചൻ 2-3 ദിവസം താമസിച്ച് അമ്പലം, കൂത്തമ്പലം, ഗോപുരങ്ങൾ മുതലായവയുടെ കണക്കുകൾ ചാർത്തിക്കൊടുക്കുകയും താമസിയാതെ ഇനിയും വന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അനന്തരം ഏതാനും മാസങ്ങൾക്ക് ശേഷം പെരുന്തച്ചൻ പിന്നെയും അവിടെ ചെന്നു. അപ്പോഴേക്കും അമ്പലം പണി മിക്കവാറും തീർന്നിരുന്നു. ശിവന്റെ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായും ശ്രീപാർവതിയുടെ ശ്രീകോവിൽ പടിഞ്ഞാട്ട് ദർശനവുമായിട്ടുമായിരുന്നു പണി തീർത്തിരുന്നത്. പെരുന്തച്ചൻ നിശ്ചയിച്ചിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ചുറ്റമ്പലം, തിടപ്പള്ളി മുതലായവയും പണി തീർത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ കൂത്തമ്പലത്തിൻ്റെ പണി ആരംഭിക്കുക പോലും ചെയ്തിരുന്നില്ല. അതിൻ്റെ കണക്ക് സാധാരണ രീതിയിലല്ല പെരുന്തച്ചൻ ചാർത്തിക്കൊടുത്തിരുന്നത്. അങ്ങനെ പണിതു തീർക്കാൻ ആ ദിക്കിൽ അടുത്തെങ്ങും ആശാരിമാരൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ പെരുന്തച്ചൻ ഏതാനും മാസങ്ങൾ അവിടെ താമസിച്ച് സ്വയമേവ പണിതും പറഞ്ഞുകൊടുത്തും മറ്റുള്ള ആശാരിമാരെ കൊണ്ട് പണിയിച്ചും കൂത്തമ്പലവും തീർത്തു. അമ്പലം പണിയെല്ലാം തീർന്നപ്പോൾ വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവർ ശ്രീ പാർവതിയുടെ ഒരു ശിലാവിഗ്രഹം പെരുന്തച്ചൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ പെരുന്തച്ചൻ മതിൽക്കകത്തെല്ലാം ചുറ്റി നടന്ന് ആ സ്ഥലം ആകപ്പാടെ പരിശോധിച്ചതിന് ശേഷം മതിലിനകത്ത് വായുകോണിലായി ഒരു സ്ഥലം തൊട്ട് കാണിച്ചിട്ട് അവിടെ വെട്ടിക്കുഴിച്ച് മണ്ണ് മാറ്റിക്കുവാൻ പറഞ്ഞു. തമ്പുരാന്റെ കൽപ്പന പ്രകാരം അങ്ങനെ ചെയ്തപ്പോൾ മണ്ണിനടിയിൽ നിന്ന് ദേവിയുടെ ഒരു ശിലാവിഗ്രഹം യാതൊരു കേടും കൂടാതെ കണ്ടുകിട്ടി. പെരുന്തച്ചൻ ആ വിഗ്രഹമെടുത്ത് അവിടെ കൊടുത്തിട്ട് പിന്നെയും അവിടെ നിന്ന് പോയി. അടുത്തുണ്ടായിരുന്ന ശുഭമുഹൂർത്തത്തിൽ ദേവീ പ്രതിഷ്ഠയും ദേവനും ദേവിക്കും യഥാവിധി കലശം, ഉത്സവം മുതലായവ നടത്തുകയും നിത്യദാനം, മാസവിശേഷം മുതലായവ നിശ്ചയിച്ച് അവയ്ക്കെല്ലാം പതിവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ആണ്ടുതോറും ധനുമാസത്തിൽ തിരുവാതിര കൊടിയേറി 28 ദിവസത്തെ ഉത്സവം വേണമെന്നാണ് നിശ്ചയിച്ചത്. അങ്ങനെ ഇപ്പോഴും നടന്നു വരുന്നുണ്ടെന്നാണ് അറിയാനാവുന്നത്. ആ മുറയ്ക്ക് സാധാരണ ആറാട്ട് മകരമാസത്തിൽ തിരുവാതിര നാളാകും. എന്നാൽ ചില കൊല്ലം ധനുമാസത്തിൽ 2 തിരുവാതിര വന്നാൽ ആദ്യത്തെ തിരുവാതിര കൊടിയേറ്റും രണ്ടാമത്തെ തിരുവാതിര ആറാട്ടുമായിരിക്കും. ദേവിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഭക്തിയും വിശ്വാസവും വർദ്ധിക്കുന്നതിന് ഒരു കാരണം കൂടി ഉണ്ടായിത്തീർന്നു.
ഒരു ദിവസം കാലത്ത് ശാന്തിക്കാരൻ കുളിച്ചു ചെന്ന് ദേവിയുടെ നട തുറന്ന് നിർമാല്യം വാങ്ങിയപ്പോൾ ഉടയാടയിൽ രജസ് കാണുകയാൽ സംശയിച്ച് നിർമാല്യത്തോട് എന്ന് പറഞ്ഞാൽ പൂവ്, മാല മുതലായവയോട് കൂടെ ഉടയാട പതിവ് പോലെ പുറത്തിടുകയും സംശയിക്കപ്പെട്ട സംഗതി സ്വകാര്യമായി കഴകക്കാരൻ വാര്യരോട് പറയുകയും ചെയ്തു. വാര്യർ ആ സംഗതി ദേവസ്വക്കാരെ അറിയിക്കുകയും അവരുടെ നിയോഗപ്രകാരം ആ ഉടയാട പൊതിഞ്ഞുകെട്ടി വഞ്ഞിപ്പുഴ മഠത്തിൽ കൊണ്ടുപോയി അകത്ത് കൊടുപ്പിച്ചു. വലിയ തമ്പുരാട്ടിയെ കാണിക്കുകയും വലിയ തമ്പുരാട്ടി നോക്കി പരിശോധിച്ച് ദേവി ഋതുവായത് തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുകയും എങ്കിലും താഴമൺ മഠത്തിൽ കൊണ്ടുപോയി അവിടത്തെ വലിയ അന്തർജനത്തെ കൂടെ കാണിച്ചേക്കണം എന്ന് കൽപ്പിച്ച് ഉടയാട മടക്കി കൊടുക്കുകയും ചെയ്തു. വാര്യർ ഉടയാട താഴമൺ മഠത്തിലും കൊണ്ടുപോയി ദാസികൾ മുഖാന്തരം അകത്തു കൊടുത്ത് കാണിച്ചു. അവിടെ വലിയ അന്തർജനവും നോക്കി വലിയ തമ്പുരാട്ടി കൽപ്പിച്ചതുപോലെ തന്നെ തീർച്ചപ്പെടുത്തി പറഞ്ഞു. ഇങ്ങനെ സംഗതി തീർച്ചയായതിന് ശേഷം തന്ത്രിയായ താഴമൻ പോറ്റി അമ്പലത്തിൽ ചെന്ന് പടിഞ്ഞാറേ ചുറ്റമ്പലത്തിൻ്റെ വടക്കേ മൂലയിൽ ഉള്ള ഒരു മുറി ദേവസ്വക്കാർ മുഖാന്തരം കെട്ടി അലങ്കരിച്ച് ദേവിയെ ശ്രീകോവിലിനകത്തു നിന്ന് എഴുന്നള്ളിച്ച് ആ മുറിയിലിരുത്തി. ഉടനെ ശ്രീകോവിൽ അടച്ചു പൂട്ടുകയും ചെയ്തു. പിന്നെ 3 ദിവസത്തേക്ക് ദേവിക്ക് പൂജ, ദീപാരാധന മുതലായവയെല്ലാം ദേവിയെ എഴുന്നള്ളിച്ചിരുത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ നടത്തി. രാത്രിയിൽ ദേവിക്ക് തുണയായി 3 ദിവസം പടിഞ്ഞാറേ ചുറ്റമ്പലത്തിൽ കിടക്കുന്നതിന് 4 നായർ സ്ത്രീകളെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 4-ാം ദിവസം രാവിലെ ദേവിയെ തൃപ്പൂത്താറാട്ടിനായിട്ട് അഥവാ ഋതുസ്നാനത്തിനായിട്ട് പിടിയാനപ്പുറത്ത് കയറ്റി പമ്പാ നദിയുടെ കൈവഴിയായ മിത്രപ്പുഴക്കടവ് എന്ന സ്ഥലത്തേക്ക് വാദ്യഘോഷങ്ങളോടുകൂടി എഴുന്നള്ളിച്ചു കൊണ്ടുപോയി. അന്തർജനങ്ങളുടെ ഋതുസ്നാനം പോലെ തന്നെ എല്ലാ ചടങ്ങുകളും നടത്തി ആറാടിച്ച് തന്ത്രി, പരികർമ്മികൾ മുതലായവർ ചെന്ന് സാധാരണമായി ആറാട്ടുകൾക്കുള്ള ചടങ്ങുകളോടുകൂടി പുണ്യാഹം, പൂജ മുതലായവയും കഴിച്ച് ദേവിയെ പിടിയാനപ്പുറത്ത് തന്നെ വാദ്യഘോഷങ്ങളോടുകൂടി തിരികെ എഴുന്നള്ളിച്ചു. ആ എഴുന്നള്ളത്ത് മതിലിനകത്തെത്തിയപ്പോൾ പതിവുള്ള രാവിലെയുള്ള ശീവേലിക്ക് ദേവനെയും എഴുന്നള്ളിച്ചു. പിന്നെ 2 എഴുന്നള്ളത്തും കൂടി 3 പ്രദക്ഷിണം കഴിഞ്ഞ് ദേവനെ ദേവന്റെ ശ്രീകോവിലിനകത്തേക്കും ദേവിയെ ദേവിയുടെ ശ്രീകോവിലിനകത്തേക്കും എഴുന്നള്ളിച്ചു. അങ്ങനെ ആ അടിയന്തരം അവസാനിച്ചു. അടുത്ത മാസത്തിലും ദേവി ഋതുവായി. അപ്പോൾ ശാന്തിക്കാരൻ മുൻ മാസത്തിലെ പോലെ ഉടയാട നിർമാല്യത്തോടുകൂടി എടുത്ത് പുറത്തിടുകയും സംഗതി വാര്യരോട് സ്വകാര്യമായി പറയുകയും ചെയ്തു. വാര്യർ ഉടയാട വഞ്ഞിപ്പുഴ മഠത്തിലെ വലിയ തമ്പുരാട്ടിയെയും താഴമൺ മഠത്തിലെ അന്തർജനത്തെയും പഴയതുപോലെ തന്നെ കാണിച്ച് സംഗതി തീർച്ചപ്പെടുത്തുകയും വിവരം ദേവസ്വക്കാരെ അറിയിക്കുകയും തന്ത്രി മുതലായവർ കൂടി തൃപ്പൂർത്താറാട്ട് വരെയുള്ള സകല കാര്യങ്ങളും യഥാപൂർവം ഭംഗിയായി നടത്തുകയും ചെയ്തു. അനന്തരം വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവർ യോഗം കൂടി ദേവി പിന്നെയും മാസം തോറും ഋതുവാകുമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. അത് സംബന്ധിച്ച് വേണ്ടുന്ന ചെലവിലേക്ക് കൂടി മുതൽ വക വെച്ച് ദേവസ്വം വക പതിവ് കണക്കിൽ ചേർത്ത് എഴുതിക്കുകയും ദേവിയുടെ തോഴികളായി ചില വീട്ടുകാരെ നിശ്ചയിക്കുകയും അവർക്ക് ചില അനുഭവങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു. ആ അടിയന്തരം പിന്നെ മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെയിരുന്ന കാലത്ത് പെരുന്തച്ചൻ പിന്നെയും ഒരു ദിവസം ചെങ്ങന്നൂർ ചെന്നിരുന്നു. അപ്പോൾ പഞ്ചലോഹങ്ങൾ തീർത്ത് ഒരു ദേവീ വിഗ്രഹം വാർത്തുണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം ചെന്നത്. ആ ബിംബം തന്ത്രിയായ താഴമൺ പോറ്റിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇനി ഏതാനും ശതാബ്ദങ്ങൾ കഴിയുമ്പോൾ ഈ അമ്പലത്തിന് അഗ്നിബാധയുണ്ടാകും. അപ്പോൾ അമ്പലത്തോടുകൂടി ഇപ്പോഴത്തെ ദേവീ വിഗ്രഹവും നഷ്ടപ്പെട്ടു പോകും. പിന്നീട് അമ്പലം പണി കഴിഞ്ഞ് പ്രതിഷ്ഠിക്കുമ്പോൾ ഈ വിഗ്രഹം ഉപയോഗിക്കണം. അക്കാലം വരെ ഈ വിഗ്രഹം ഇവിടെ വടക്ക് വശത്തോടുകൂടി ഒഴുകുന്ന നദിയുടെ കരയോട് ചേർന്ന് കാണുന്ന പാറയുടെ സമീപത്തുള്ള കയത്തിലിട്ടേക്കണം. അക്കാലത്തുണ്ടായിരിക്കുന്നവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരിക്കുമല്ലോ. അതിനാൽ അവരുടെ അറിവിനായി ഈ വിവരങ്ങളെല്ലാം ഒരു ഗ്രന്ഥത്തിലെഴുതി സൂക്ഷിച്ചു വയ്ക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് പെരുന്തച്ചൻ പോവുകയും ചെയ്തു. താഴമൻ പോറ്റി അപ്രകാരമെല്ലാം ചെയ്യുകയും ചെയ്തു. അനന്തരം
ഏതാനും ശതാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ പെരുന്തച്ഛൻ പറഞ്ഞതുപോലെ അമ്പലത്തിന് അഗ്നിബാധയുണ്ടായി. അപ്പോൾ ബിംബഹാനി വരരുതെന്ന് കരുതി ജനങ്ങൾ കൂടി ആദ്യം ശിവന്റെ ശ്രീകോവിലിനകത്ത് ചെളി കോരിക്കൊണ്ടുവന്ന് നിറച്ചു. പിന്നെ ദേവിയുടെ ശ്രീകോവിലിനകത്തുകൂടെ അപ്രകാരം ചെയ്യുന്നതിന് ചെന്നപ്പോഴേക്കും തീജ്വാല കൊണ്ട് ആർക്കും അങ്ങോട്ടേക്ക് അടുക്കാൻ വയ്യാതായി പോയി. അതിനാൽ അമ്പലം വെന്ത് വെണ്ണീറായതിനോടുകൂടി ദേവിയുടെ വിഗ്രഹം പൊട്ടി തകർന്നുപോയി. അഗ്നിബാധയിൽപ്പെട്ട അമ്പലവും കൂത്തമ്പലവും ഗോപുരങ്ങളുമെല്ലാം നിശേഷം അഗ്നിക്കിരയായി. പിന്നെ വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായ യോഗക്കാരും മറ്റും കൂടി ആലോചിച്ച് അധികം താമസിയാതെ അമ്പലവും മറ്റും യഥാപൂർവം പുത്തനായി പണിതു. കൂത്തമ്പലം പണിയുന്നതിന് അറിയാവുന്ന ആശാരിമാരില്ലാത്തതിനാൽ അതുമാത്രം പണിയിച്ചില്ല. അമ്പലപ്പണി കഴിഞ്ഞതിന് ശേഷം ദേവീ വിഗ്രഹം ഉണ്ടാക്കാനുള്ള ആലോചനയായി. ലക്ഷണപ്പിഴ കൂടാതെ ശാസ്ത്രപ്രകാരം ബിംബം പണിയിക്കാൻ പഠിപ്പും പരിചയവുമുള്ള ശില്പാശാരി എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്ന കാലത്ത് അന്ന് താഴമൺ മഠത്തിൽ ഏറ്റവും മുതിർന്ന് ഉണ്ടായിരുന്ന നീലകണ്ഠൻ പോറ്റി ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നദർശനമുണ്ടായി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആരോ ചെന്ന് ഗ്രന്ഥം നോക്കണം എന്നു പറഞ്ഞതായിരുന്നു സ്വപ്നം. ഉടനെ അദ്ദേഹം ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കണ്ടില്ല. എന്തോ സാരമില്ല എന്ന് വിചാരിച്ച് വീണ്ടും കണ്ണടച്ചുറങ്ങിയപ്പോൾ വീണ്ടും ഇതുതന്നെ സ്വപ്നമായി തോന്നി. അങ്ങനെ അന്നു മുതൽ 4-5 ദിവസം അടുപ്പിച്ച് രാത്രി തോറും 4-5 പ്രാവശ്യം ഇതുതന്നെ സ്വപ്നം കണ്ടു. ഗ്രന്ഥം നോക്കണം എന്നു പറഞ്ഞതായിട്ടാണ് സ്വപ്നമുണ്ടാകുന്നത്. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ അഴിച്ച് പരിശോധിക്കുക തന്നെ എന്ന് വിചാരിച്ച അദ്ദേഹം അടുത്ത ദിവസം ഗ്രന്ഥപ്പെട്ടി തുറന്ന് ഓരോ ഗ്രന്ഥങ്ങളെടുത്ത് അഴിച്ച് പരിശോധിച്ചു തുടങ്ങി. അപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ പെരുന്തച്ഛൻ ഒരിക്കൽ വന്നിരുന്നു. അദ്ദേഹം ഇനി ഏതാനും ശതാബ്ദങ്ങൾ കഴിയുമ്പോൾ ഇവിടെ അമ്പലത്തിന് അഗ്നിബാധയുണ്ടാവുകയും അമ്പലത്തോടുകൂടി ദേവീ വിഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ആ വിഗ്രഹത്തിന് പകരം ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് പഞ്ചലോഹ നിർമ്മിതമായ ദേവീ വിഗ്രഹം തന്നിട്ടാണ് അദ്ദേഹം പോയത്. ആ വിഗ്രഹം ഇവിടെ വടക്ക് വശത്തുള്ള പുഴവക്കത്ത് കാണുന്ന പാറയുടെ സമീപമുള്ള കയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആവശ്യപ്പെടുമ്പോൾ എടുത്തുകൊള്ളണം എന്ന് എഴുതിയിരിക്കുന്നതായി കണ്ടു. ആ വിവരം നീലകണ്ഠൻ പോറ്റി വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവരെ അറിയിച്ചു. ഉടനെ തമ്പുരാൻ അനേകം ആളുകളെ അയച്ച് കയത്തിൽ മുങ്ങി തപ്പി നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെയിരിക്കെ കരുനാഗപ്പള്ളിക്കാരായ ചില മരയ്ക്കാന്മാർ വഞ്ചികളിൽ കയറി വല വീശി മത്സ്യം പിടിച്ച് നടന്ന കൂട്ടത്തിൽ മേൽപ്പറഞ്ഞ കയത്തിന് സമീപം വഞ്ചികൾ അടുപ്പിച്ച് കരക്കിറങ്ങി. ആ കയത്തിൽ മുങ്ങി കുളിച്ചു. അടിയിൽ ചെന്നപ്പോൾ ഘനമുള്ള എന്തോ വസ്തു അതിൽ കാലിൽ തടഞ്ഞു. ഇവൻ അതെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നു. അതൊരു ദേവീ വിഗ്രഹം തന്നെയായിരുന്നു. ഉടനെ ഈ വിവരം വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവരറിഞ്ഞു. ചിലരെ പറഞ്ഞയച്ച് ആ മരയ്ക്കാന്മാരെ കൊണ്ട് തന്നെ ആ വിഗ്രഹം എടുപ്പിച്ച് പടിഞ്ഞാറേ ഗോപുരത്തിങ്കൽ വരുത്തി. അപ്പോൾ ആ മരയ്ക്കാന്മാർ വിശപ്പ് കൊണ്ട് ഏറ്റവും വലഞ്ഞിരിക്കുന്നു. എങ്കിലും അന്ന് ശിവരാത്രി ആയിരുന്നതിനാൽ അവർക്ക് കരിക്ക്, പഴം മുതലായവ ധാരാളമായി കൊടുത്ത് സന്തോഷിപ്പിച്ച് അവരെ പറഞ്ഞയച്ചു. പിന്നെ നവീകരണ ക്രിയയോടുകൂടി ശുഭമുഹൂർത്തത്തിൽ ദേവിയുടെ ബിംബപ്രതിഷ്ഠയും കലശവും ഉത്സവവും മറ്റും യഥാവിധി നടത്തുകയും ക്ഷേത്രകാര്യങ്ങളെല്ലാം യഥാപൂർവം മുറയ്ക്ക് നടന്നു തുടങ്ങുകയും ചെയ്തു. എങ്കിലും ആ നവീന പ്രതിഷ്ഠ കഴിഞ്ഞതിൽ പിന്നെ അവിടെ ദേവിയുടെ ചൈതന്യം ലേശം പോലും ഇല്ലാതെയായി തീർന്നു. അവിടെ ഭജനത്തിനായും ദർശനത്തിനായും ആരും വരാതെയും വഴിപാടുകളൊന്നുമില്ലാതെയുമായി. ഇങ്ങനെയൊക്കെ ആയി തീർന്നത് പ്രതിഷ്ഠ മുതലായവ നടത്തിയ തന്ത്രിക്ക് തപശക്തിയും മനഃശുദ്ധിയും മന്ത്രതന്ത്രാദികളിൽ പാണ്ഡിത്യവും പരിചയവുമില്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കാനും തുടങ്ങി. ക്രമേണ നീലകണ്ഠൻ പോറ്റിക്ക് പരിഹാസവും തന്നിമിത്തമുള്ള മനസ്താപവും ദുസ്സഹമായി തീർന്നു. അതിനാൽ അദ്ദേഹം ഭക്തിപൂർവം ദേവിയെ ഭജിക്കുകയും ചില ദിവ്യ മന്ത്രങ്ങൾ കൊണ്ട് പതിവായി പുഷ്പാഞ്ജലികളും മറ്റും കഴിക്കുകയും ചെയ്തു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ദേവിയുടെ സാന്നിധ്യം ചൈതന്യവും ഉണ്ടായി തുടങ്ങി. അപ്പോഴേക്കും അവിടെ ഭജനത്തിനായും ദർശനത്തിനായും ജനങ്ങൾ കുറേശ്ശെ വന്നു തുടങ്ങി. വഴിപാടുകളും ഉണ്ടായി തുടങ്ങി. ദേവി ചിലപ്പോൾ ഋതുവായി തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ നീലകണ്ഠൻ പോറ്റിയുടെ അതിനിഷ്ഠയോടുകൂടിയ ഭജനം 1 സംവത്സരമായപ്പോഴേക്കും അവിടെ ദേവിയുടെ ചൈതന്യം പണ്ടത്തേതിൽ നിന്ന് 10 മടങ്ങ് വർദ്ധിച്ചു. അങ്ങനെ
പിന്നെ അത് അവിടെ നിന്ന് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും അതവിടെ പ്രതിദിനമെന്ന പോലെ വർദ്ധിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 10-15 ഭജനക്കാരെങ്കിലും ഇല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്വയംവരാനന്തരം പാർവതീ പരമേശ്വരന്മാരും ബ്രഹ്മാദി ദേവകളും മറ്റും ശോണാദ്രിയിൽ ചെന്നുവെന്നും അപ്പോൾ ദേവി ഋതുവായി എന്നും അവിടെ വച്ച് ഋതുശാന്തി കല്യാണം നടത്തിയെന്നും മറ്റും മുമ്പ് പറഞ്ഞല്ലോ. അന്ന് ആ ഋതുശാന്തി സംബന്ധിച്ച് ഹോമം കഴിച്ച സ്ഥലം കാലക്രമേണ ഒരു തടാകമായി തീർന്നു. ആ തടാകമാണ് ചെങ്ങന്നൂർ വടക്കേക്കുളമായി പരിണമിച്ചത്. ആ കുളത്തിന് ഇപ്പോഴും പറഞ്ഞു വരുന്ന പേര് ശക്തികുണ്ഡ തീർത്ഥം എന്നാണ്. ആ കുളം ഈ അടുത്ത കാലത്ത് വെള്ളം തേകി വറ്റിച്ച് ചേറെടുത്ത് മാറ്റിയപ്പോൾ അടിയിൽ മധ്യഭാഗത്തായി ഒരു ഹോമകുണ്ഡം കാണുകയുണ്ടായി. ഇങ്ങനെ മേൽപ്പറഞ്ഞ സംഗതികളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്ന വളരെയധികം ദൃഷ്ടാന്തങ്ങൾ ഇവിടെ കാണുവാനുണ്ട്. ദേവിയുടെ ചൈതന്യം ഇവിടെ അസാമാന്യമായി പ്രസരിക്കുന്നുണ്ടെന്നുള്ളതിനും അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ ഒരു ദൃഷ്ടാന്തം ഇങ്ങനെയാണ്. പണ്ട് ദേവിയുടെ അമ്പലത്തിലെ കണക്കുകളൊക്കെ പരിശോധിക്കുന്നത് ബ്രിട്ടീഷ് റെസിഡൻറ്റും തിരുവിതാംകൂർ ദിവാനുമായിരുന്ന മൺട്രോയ് സാഹിബ് ആയിരുന്നു. ചെങ്ങന്നൂർ ദേവസ്വം വക പതിവ് കണക്ക് പരിഷ്കരിച്ചപ്പോൾ ദേവി ഋതുവായാൽ തൃപ്പൂത്താറാട്ട് വരെയുള്ള ചെലവുകളുടെ പതിവ് അദ്ദേഹം തള്ളിക്കളഞ്ഞു. ദേവി ഋതുവാകുമെന്നുള്ളതിൽ അദ്ദേഹത്തിന് ലേശവും വിശ്വാസമുണ്ടായിരുന്നില്ല. അത് ചില ജനങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. എങ്കിലും ആ പതിവ് കണക്ക് വെട്ടിക്കുറച്ചപ്പോൾ സായിപ്പിൻ്റെ ഭാര്യയായ മദാമ്മയ്ക്ക് രക്തസ്രാവം ആരംഭിച്ചു. അതിന് ചില ചികിത്സകൾ ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. അതിനാൽ സായിപ്പിൻ്റെ ഇഷ്ടനും കണക്കെഴുത്തുകാരനുമായിരുന്ന ഒരു നായർ സായിപ്പിൻ്റെ അറിവും സമ്മതവും കൂടാതെ ഒരു നല്ല പ്രശ്നക്കാരനെ കൊണ്ട് മദാമ്മയുടെ രോഗത്തിന് കാരണം എന്താണെന്നും അതിൻ്റെ പ്രതിവിധി എന്താണെന്നും പ്രശ്നം വയ്പ്പിച്ചു നോക്കി. അപ്പോൾ പ്രശ്നക്കാരൻ രോഗകാരണം ചെങ്ങന്നൂർ ഭഗവതിയുടെ വിരോധമാണെന്നും അവിടുത്തെ പതിവ് കണക്ക് പൂർവ്വസ്ഥിതിയിലാക്കിയാൽ രോഗം ഭേദമാകുമെന്നും വിധിച്ചു. സായിപ്പിൻ്റെ ഇഷ്ടനായ നായർ ആ സംഗതി ഗൂഢമായി സായിപ്പിനെ ഗ്രഹിപ്പിച്ചു. ഇത് കേട്ടിട്ട് സായിപ്പ്, എന്നാൽ മദാമ്മയുടെ സൂക്കേട് ഉടനെ ഭേദമാകട്ടെ, ആ ദേവസ്വത്തിൻ്റെ പതിവ് കണക്ക് പൂർവ്വസ്ഥിതിയിലാക്കിയേക്കാം എന്ന് മാത്രമല്ല, ആണ്ടുതോറും ദേവി ആദ്യം മൃദുവാകുമ്പോൾ അത് സംബന്ധിച്ചുള്ള ചെലവുകൾ പലിശ കൊണ്ട് കഴിയുവാൻ തക്കവണ്ണമുള്ള സംഖ്യ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ദേവസ്വത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യാം എന്നു പറയുകയും ഉടനെ ഒരു സംഖ്യയെടുത്ത് പ്രത്യേകം കെട്ടിവെക്കുകയും ചെയ്തു. അനന്തരം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ മദാമ്മയുടെ ദീനം നിശേഷം ഭേദമായി. അവർ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു. അപ്പോൾ സായിപ്പ് ചെങ്ങന്നൂർ ഭഗവതിയുടെ മാഹാത്മ്യം അത്ഭുതാവഹം തന്നെ എന്ന് പറയുകയും ഉടനെ തന്നെ ചെങ്ങന്നൂർ ചെന്ന് ദേവസ്വത്തിലെ പതിവ് കണക്ക് പൂർവ്വസ്ഥിതിയിലാക്കുകയും താൻ നിശ്ചയിച്ചു കെട്ടിവെച്ച സംഖ്യ ദേവസ്വത്തിൽ ഏർപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ AC നാരായണപിള്ള എന്നൊരാൾ ചെങ്ങന്നൂർ തഹസീൽദാരായിരുന്ന കാലത്ത് അക്കൊല്ലത്തെ ഉത്സവം പതിവിലധികം കേമമാക്കണമെന്ന് വിചാരിച്ച് അതിന് തക്കവണ്ണം വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്ത് ഉത്സവം കെങ്കേമമായി നടത്തി തുടങ്ങി. 26-ാം ഉത്സവ ദിവസമായപ്പോൾ ദേവി ഋതുവായിരിക്കുന്നു എന്നുള്ള അടയാളം ഉടയാടയിൽ കാണുകയും ആ വിവരം വാര്യർ ദേവസ്വക്കാരെ അറിയിക്കുകയും ചെയ്തു. ദേവി ഋതുവായാൽ പിന്നെ അവിടെ ആഘോഷങ്ങളൊന്നും പതിവില്ലാത്തതിനാൽ ഇതറിഞ്ഞപ്പോൾ തഹസീൽദാർക്ക് വളരെ കുണ്ഠിതമായി. അദ്ദേഹം വാര്യരെ വിളിച്ച് ദേഷ്യപ്പെടുകയും ശകാരിക്കുകയും ഒന്നുമില്ലാതെയാക്കി തീർക്കുന്നതിന് സ്വകാര്യമായി തന്ത്രിയെ ചട്ടം കെട്ടുകയും ചെയ്തു. വാര്യർ ഉടയാട താഴമൺ മഠത്തിൽ കൊണ്ടുചെന്നപ്പോൾ അകത്ത് കാണിക്കാതെ തന്നെ തന്ത്രി വാങ്ങി നോക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്തയച്ചു. ദേവി ഋതുവായാൽ പതിവുള്ളതുപോലെ ഒന്നും ചെയ്യാതെ ഉത്സവം തഹസീൽദാർ വിചാരിച്ചതുപോലെ കേമമായി നടത്തി. എങ്കിലും ഉത്സവം മുഴുവനാകുന്നതിന് മുമ്പ് തന്നെ തന്ത്രിയുടെയും അന്തർജനത്തിനും തഹസീൽദാരുടെ ഭാര്യയ്ക്കും രക്തസ്രാവം ആരംഭിച്ചു. ഉത്സവം കഴിഞ്ഞപ്പോഴേക്കും അത് രണ്ടുപേർക്കും കലശലായി. പിന്നെ പ്രശ്നവിധി പ്രകാരം തന്ത്രിയും തഹസീൽദാരും ദേവിയുടെ നടയിൽ പ്രായശ്ചിത്തം ചെയ്യുകയും പുഷ്പാഞ്ജലി മുതലായി അനേകം വഴിപാടുകൾ ചെയ്യുകയും ദേവി ഋതുവായപ്പോൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ ഇരുന്നതിന് പല പ്രതിവിധികൾ നടത്തുകയും ചെയ്തപ്പോഴാണ് രണ്ടുപേർക്കും സുഖമായത്. ഇങ്ങനെ വളരെയധികം കഥകൾ ദേവിയുടെ തൃപ്പൂത്താറാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെയാണ് കോർട്ട് വിധി പ്രകാരവും മറ്റും സത്യം ചെയ്യുന്നതിനായി അവിടെ ചെന്നാൽ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അകത്ത് വശത്ത്
വലത്തുഭാഗത്തുള്ള കട്ടിളക്കാലോട് അടുത്ത് തറയ്ക്ക് അല്പം താഴത്തുമായിട്ടുള്ള ദ്വാരത്തിൽ കൈവിരലിട്ടുകൊണ്ട് ഗോപുരപ്പടിയിന്മേൽ നിന്നുകൊണ്ടാണ് സത്യം ചെയ്യുക പതിവ്. കള്ളസത്യമാണെങ്കിൽ ദ്വാരത്തിലിടുന്ന കൈവിരലിന്മേൽ ഒരു സർപ്പം ദംശിക്കുകയും സത്യം ചെയ്യുന്ന ആൾ ഗോപുരത്തിനു പുറത്തേക്ക് മലർന്നു വീഴുകയും മരിക്കുകയും ഉടനെ കഴിയും. ഈ ഏർപ്പാടിൻ്റെ ഭയങ്കരത്വം നിമിത്തം വളരെ കാലമായിട്ടിവിടെ സത്യം ചെയ്യുവാൻ ആരും സന്നദ്ധരാകാറില്ല. ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിലെ സത്യം എന്ന് കേൾക്കുന്നത് തന്നെ ജനങ്ങൾക്ക് ഭയമാണ്. പിന്നെ അതിന് ആരെങ്കിലും പുറപ്പെടുമോ? അങ്ങനെ ഈ ദേവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഇനിയും വളരെയധികം പറയാനുണ്ട്. എങ്കിലും ഇത് വളരെയധികം നീണ്ടുപോയതിനാൽ ഇവിടെ നിർത്തുന്നു.